ഞാൻ എൻ്റെ അച്ഛൻ്റെ തറവാട്ടിലേക്ക് പോകുന്നതാണ്. ഞാൻ ഒരു 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിന്ന് പോയിട്ട് വരാം. വ്ളോഗ് എടുക്കാൻ പറ്റിയ സാഹചര്യത്തിലൊന്നുമില്ല, പക്ഷേ എനിക്ക് ഇങ്ങോട്ട് പോരുമ്പോൾ കുറച്ചധികം നൊസ്റ്റാൾജിക്. അപ്പോൾ പിന്നെ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ചു, ഒരു വീഡിയോ എടുത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പുരയിലേക്ക് പോകാം. ഇതാണ് പുരയിലേക്ക് പോകുന്ന വഴി. എൻ്റെ കൂടെ ഇപ്പം മൂത്തമ്മ ഉണ്ട്, 2 മേമ്മമാരുണ്ട്, എൻ്റെ ഏട്ടൻ്റെ മോളുണ്ട്, പിന്നെ ദിദിയേട്ടനും പിള്ളേരും ഉണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഇതാണ് എൻ്റെ മൂത്തമ്മ കണ്ണട വെച്ചത്. പോയിട്ട് വരാം. അയ്യോ, ഇവിടെ ഒരു കുണ്ടില്ലേനാ? എന്തോ ഇല്ല കുണ്ടായിട്ടില്ലേ? ആ, ഇതന്നെ പാറ. ഈ പാറയെല്ലാം അയ്യോ അതിലൂടെ വരുവേന്. എന്നിട്ട് ആടുന്ന് കശുവണ്ടി പറിച്ച് മാങ്ങയും പറിച്ചിട്ട് അതിലേ പറിച്ചിട്ട് വലുത് ഞാളിവിടെ എല്ലാം വന്നൂത്തിന് കളിക്കുന്നു ചാരുവോ. ഈ സ്ഥലാ നിങ്ങള് തൊണ്ട് വറക്കാൻ പറ്റത്തില്ല നീ പറമ്പത്തി? ഇതാണ് അച്ചാച്ചൻ്റെ എല്ലാം വീട്. അച്ചാച്ചൻ്റെ എല്ലാം പണ്ടത്തെ വീടായത്. നമ്മുടെ മനോജ് മാമനില്ലേ, മനോജ് മാമൻ്റെ വീട് അതാത് പഴയ വീട്. അവിടെ കാണുന്നുണ്ട് ഒരു വീട്, കാണുന്നുണ്ടോ? അവിടെ ഒരു വെള്ള വീട് കാണുന്നുണ്ടോ? അതാണ് മനോജ് മാമൻ്റെ വീട്. പുതിയ വീടല്ലേ, പുതിയ വീട് വേറെ. ഇതിലൂടെ പോട്ടെ മുത്തമ്മ, ഇതിലൂടെ ഇന്നും പോവാൻ പേടിയാ. പണ്ട് പേടിപ്പിക്കാനും പോകുമ്പോ ഈല പോകുമ്പോ ആടയിലൂട്ട് എന്താ പാമ്പുണ്ടാവും എന്നെല്ലാം പറയാൻ അമ്മ. നമുക്ക് ഈല തന്നെ പോവാം. ഞാൻ ഇതിലൂടെ ഇറങ്ങിപ്പോക്ക്. പക്ഷെ വാ, അതിലെ ഇറങ്ങി എനിക്ക് ഫ്രണ്ട് കിട്ടൂല. ചെമ്പരത്തി ഏത് പോകുമ്പോ ബാലിക്കാടക്ക് വാടിപ്പോ. മുത്തച്ഛാ, ഗൈസ്, ഇതാണ് മലയിൽ ഹൗസ്. ഇതാണ് ഇയാളെ തറവാട്. മൂത്തച്ഛാ, ഇതാണ് ഇവിടുത്തെ അച്ഛൻ. ഇവിടെ അച്ഛൻ മരിച്ച്, പിന്നെ അച്ഛൻ്റെ എല്ലാം നെല്ലിയ കഴിച്ച്, ഇവിടെ അച്ഛൻ്റെ എല്ലാം കഴിച്ച്, പിന്നെ ലീലൻ്റെ എല്ലാം കഴിച്ച്, ലളിതൻ്റെ എല്ലാം കഴിച്ച്. ഇവിടുന്ന് എടുക്കാം. അപ്പോൾ പിന്നെ 3 അതിനായി ലളിതൻ്റെ, അശോകൻ്റെ, ലീലൻ 3 എൻ്റെ കഴിച്ചു. തമ്മലേൻ്റെ മോളിൽ. ഇതാണ് ഞാളെ പോയ വീട്, തറവാട് വീടിൻ്റെ പരിസരമാണ് ഇതെല്ലാം. ഒരുപാട് ഓർമ്മകളുണ്ട് ഗൈസ് ഇവിടെ. ഇതാണ് ഞാള് വയ്യപ്പുറത്തെ ഭാഗം. അന്നെല്ലാം ഇവിടെ ഇപ്പം അങ്ങനെ താമസമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് ചായ എല്ലാം കുടിക്കുകയെല്ലാം ചെയ്യും. അങ്ങനെ എനിക്ക് ഒരുപാട് ഓർമ്മകളുള്ള വീടാണ് ഗൈസ് ഇത്, എൻ്റെ അച്ഛൻ്റെ വീട്. അപ്പം ഈ അകത്താണ് ഞാൻ എല്ലാവർക്കും കൊടുക്കുകയെല്ലാം കഴിക്കുക. നാളെ വിഷയം തന്നെയല്ലേ.
പണ്ടത്തെ വെറുവർക്കൊന്നും ഒരു മാറ്റം പറ്റിയിട്ടില്ല. അതാ തന്നെ ഞാൻ പൂ കണ്ടിട്ടില്ല. നിങ്ങളെ അച്ഛമ്മേന്റെ അവിടെ ഉണ്ടാവൂല അങ്ങനത്തെല്ലോ. അവിടെ അമ്മേൻ്റെ ഒരു വീഡിയോ ഇങ്ങനത്തെ വീഡിയോ വന്ന് ഞാൻ ഇവിടെ മുത്തച്ഛൻ്റെ അച്ചച്ചൻ്റെ തറവാട് എങ്ങനെയുണ്ട്? ഈ വീടിനും പരിസരത്തും ഒന്നും ഒരു മാറ്റവും ഇല്ല ഗൈസ്, ഒരു മാറ്റവും ഇല്ല. ഞാനിവിടെ വന്നിട്ട് 2-8 വർഷമായി. അയ്യോ ഇനി ആൾക്കാരുണ്ടോ എവിടെയെങ്കിലും? നീ കാണാത്തൊരു ആൾക്കാർ എന്നുണ്ട്. കാണാൻ പോണ നാളോട് വരെ വിളിക്കാൻ വന്ന അങ്ങനെ ഇറങ്ങുന്ന കോട ഒപ്പുവേ മനസ്സിലായി. വീഡിയോ എടുത്തതാ, വർത്താനെല്ലാം പറഞ്ഞു. വീഡിയോ എല്ലാവർക്കും ഗ്രൂപ്പിലിടും ഒന്ന്. ശ്രീമാനില്ലേ നിങ്ങളെ ഗ്രൂപ്പില്? ഉണ്ട് ഉണ്ട് ഉണ്ട്. അവനെല്ലാം ഇട്ട് കൊടുക്കും.